എന്താണ് രാധേ ഈ ആകാശക്കാഴ്ചകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? രാജു, ഈ ആകാശക്കാഴ്ചകളെക്കുറിച്ച് അറിയുന്നതിനു മുൻപ് നിഴൽ എന്താണെന്ന് പറഞ്ഞിട്ടു പോയാൽ മതി. അദാര്യമായ വസ്തുക്കളിൽ പ്രകാശം തട്ടുമ്പോൾ അതിന്റെ എതിർവശത്ത് ഉണ്ടാകുന്ന ഇരുണ്ട ഭാഗമാണ് നിഴൽ. എല്ലാ അദാര്യ വസ്തുക്കൾക്കും നിഴലുണ്ടാകും. പ്രകാശത്തിന്റെ എതിർദിശയിലായിരിക്കും നിഴൽ രൂപപ്പെടുക. അപ്പോൾ നമ്മുടെ ഭൂമിക്കും ചന്ദ്രനും നിഴലുണ്ടാകും. അതെ, ഒരു ആകാശഗോളത്തിൽ പ്രകാശം പതിയുന്ന ഭാഗത്ത് പകലും നിഴലുണ്ടാകുന്ന ഭാഗത്ത് രാത്രിയുമായിരിക്കും അനുഭവപ്പെടുക. പിന്നെ ഗോളാകൃതിയുള്ള വസ്തുക്കൾക്ക് മാത്രമേ എപ്പോഴും വൃത്താകൃതിയിലുള്ള നിഴലുണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ ഗ്രഹണങ്ങൾ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് ചന്ദ്രൻ ഭൂമിയെ ചുറ്റുമ്പോൾ ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിൽ നേർരേഖയിൽ വരുമ്പോഴാണ്. ആ സമയത്ത് ചന്ദ്രൻ ഭൂമിയുടെ നിഴലിൽ അകപ്പെടുന്നു. ചന്ദ്രഗ്രഹണം നമുക്ക് നേരിട്ട് നിരീക്ഷിക്കാം. പൂർണ്ണഗ്രഹണ സമയത്ത് ചന്ദ്രൻ ചുവപ്പ് നിറത്തിൽ മങ്ങിയാണ് കാണപ്പെടുന്നത്. അപ്പോൾ സൂര്യഗ്രഹണം എങ്ങനെയാണുണ്ടാകുന്നത്? ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ചന്ദ്രൻ അപൂർവമായി ഭൂമിക്കും സൂര്യനും ഇടയിൽ നേർരേഖയിൽ വരുന്നു. അപ്പോൾ ചന്ദ്രന്റെ നിഴൽ ഭൂമിയിൽ വീഴുന്നു. അതായത് ചന്ദ്രൻ മറയ്ക്കുന്നതുകൊണ്ട് സൂര്യനെ കാണാൻ സാധിക്കുകയില്ല, അല്ലേ? ശരിയാണ്. ഇതാണ് സൂര്യഗ്രഹണം. ചന്ദ്രന്റെ നിഴൽ വീഴുന്ന പ്രദേശത്തുള്ളവർക്ക് മാത്രമാണ് സൂര്യഗ്രഹണം ദൃശ്യമാകുന്നത്. സൂര്യഗ്രഹണം സുരക്ഷിത മാർഗങ്ങളിലൂടെ അല്ലാതെ നിരീക്ഷിക്കുന്നത് കണ്ണിന് ഹാനികരമാണ്. ചന്ദ്രന് സ്വന്തമായി പ്രകാശമില്ലല്ലോ. അപ്പോൾ ഈ നിലാവെളിച്ചം എങ്ങനെയാണുണ്ടാകുന്നത്? ചന്ദ്രോപരിതലത്തിൽ പതിക്കുന്ന സൂര്യപ്രകാശം അവിടെ നിന്ന് വിസരിതമായി പ്രതിപതിച്ച് ചിതറി ഭൂമിയിലെത്തുന്നതാണ് നാം രാത്രിയിൽ കാണുന്ന നിലാവ്. നമ്മൾ എല്ലാ ദിവസവും ചന്ദ്രനെ പല ആകൃതിയിലാണല്ലോ കാണുന്നത്. അതിനു കാരണം ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നതുകൊണ്ട് സൂര്യപ്രകാശം പതിക്കുന്ന ഭാഗം, പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നതിലുള്ള വ്യത്യാസമാണ്. ഇതാണ് ചന്ദ്രന്റെ കലകൾ. അപ്പോൾ പൗർണമി, വെളുത്ത വാവ് എപ്പോഴാണ്? ചന്ദ്രന്റെ പ്രകാശിത ഭാഗം പൂർണ്ണമായും ഭൂമിക്ക് അഭിമുഖമായി വരുന്ന ദിവസമാണ് പൗർണമി. അമാവാസി, കറുത്ത വാവയോ? ചന്ദ്രന്റെ നിഴൽ ഭാഗം, ഇരുണ്ട ഭാഗം പൂർണ്ണമായും ഭൂമിക്ക് അഭിമുഖമായി വരുന്ന ദിവസമാണ് അമാവാസി. ഈ ദിവസം ചന്ദ്രനെ കാണാൻ സാധിക്കില്ല. വൃദ്ധിയും ക്ഷയവും എന്താണ്? അമാവാസി മുതൽ പൗർണമി വരെ പ്രകാശിത ഭാഗം കൂടി വരുന്നതാണ് വൃദ്ധി. പൗർണമി മുതൽ അമാവാസി വരെ പ്രകാശിത ഭാഗം കുറഞ്ഞു വരുന്നതാണ് ക്ഷയം. ഇത്രയുള്ളൂ. ഗ്രഹണങ്ങളെക്കുറിച്ചും ചന്ദ്രന്റെ കലകളെക്കുറിച്ചുമെല്ലാം വളരെ എളുപ്പത്തിൽ മനസ്സിലായി. നന്ദി രാജു. സന്തോഷം രാധേ.